നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു എക്സാക്ട് ഇക്വേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഹോമോജീനിയസ് ഇക്വേഷൻസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഹോമോജീനിയസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹോമോജീനിയസിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അതിൻ്റെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടതുമാണ്. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എക്സാക്റ്റ് അല്ല, എന്നാൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി അതിനെ എക്സാക്റ്റ് ആക്കാൻ പറ്റിയാൽ അങ്ങനെ നമുക്ക് ആ ഇക്വേഷൻസിനെ എക്സാക്റ്റിലോട്ട് റെഡ്യൂസ് ചെയ്യും. എക്സാക്റ്റിൻ്റെ മെത്തേഡ് വഴി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ടും കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. സംടൈംസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ which is not exact can be made so on multiplication by a suitable factor called an integrating factor. തന്നിരിക്കുന്ന ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ല, പക്ഷെ അതിന് എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അത് എക്സാക്റ്റിലോട്ട് ആകും എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫാക്ടർ മൾട്ടിപ്ലൈ എന്ന ഫാക്ടറിനെ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ദ റൂൾസ് ഫോർ ഫൈൻഡിങ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ആർ ആസ് ഫോളോസ്. അതായത് നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ സർട്ടൈൻ റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇഫ് ദ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ഇസ് ഹോമോജീനിയസ്, തന്നിരിക്കുന്നത് ഏതാണ്ട് എക്സാക്റ്റിൻ്റെ രൂപത്തിലാണ്, അതിനോടൊപ്പം അത് ഹോമോജീനിയസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് 1/mx പ്ലസ് എൻ വൈ എന്ന് പറയുന്ന ഇക്വേഷനിലാണ്. ഇനി അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നമുക്കിതിൽ ഒരു 5 മെത്തേഡാണ് എക്സാക്ട് ഇക്വേഷൻസിനെ റെഡ്യൂസ് ചെയ്യുക, അതായത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്റ്റിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ നമ്മളൊരു 5 ടൈപ്പ് പഠിക്കും. അതിൽ ഒന്നാമത്തതാണ് ഇപ്പം നമ്മുടെ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എക്സ് സ്ക്വയർ വൈ മൈനസ് 2xy² ഡി എക്സ് മൈനസ് എക്സ് ക്യൂബ് മൈനസ് 3x² ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഏതാണ്ട് കാണുമ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് എക്സാക്റ്റിൻ്റെ മോഡലിലാണ്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. എം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ മൈനസ് 2xy² ഡി എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആളാണ് എം. ആൻഡ് എൻ എന്ന് പറയുന്ന ടേം ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ മൈനസോട് കൂടി എടുക്കുക, മൈനസ് എക്സ് ക്യൂബ് മൈനസ് 3x²y. നമുക്ക് ഡോ എം ബൈ ഡോ വൈ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കുന്നു. ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് വൈക്ക് ചെയ്യുമ്പോൾ x² കോൺസ്റ്റൻറ്റ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 2x കോൺസ്റ്റൻറ്റ്, y² ഡെറിവേറ്റീവ് 2y വിച്ച് ഈസ് ഈക്വൽ ടു x² മൈനസ് 4xy എന്ന് കിട്ടി. ഇനി നമ്മൾ ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു. ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് വൈയും 3യും കോൺസ്റ്റൻറ്റ്, x² ഡെറിവേറ്റീവ് 2x വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 3x² പ്ലസ് 6xy എന്ന് കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഡോ എം ബൈ ഡോ വൈയും വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്, ദെയർഫോർ നോട്ട് എക്സാക്ട്. ഇത് എക്സാക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന ഫോർമുല ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു 1/mx പ്ലസ് എൻ വൈ എന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു 1/mന് പകരം x² മൈനസ് 2xy² ഇൻറ്റു എക്സ് എം എക്സ് പ്ലസ് എൻ വൈ. എൻ എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബ്. ഇപ്പോൾ ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോൾ മൈനസും ഇത് പ്ലസ്സും, അപ്പോൾ അല്ലെങ്കിൽ മൈനസ് വെളിയിലിട്ടിട്ട് മൈനസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3x² ഇൻറ്റു വൈ, എന്നിൻ്റെ കൂടെ ഒരു വൈ കൂടെ മൾട്ടിപ്ലൈ വിച്ച് ഈസ് ഈക്വൽ ടു 1/x അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് വൈ മൈനസ് 2x²y². ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് എക്സ് ക്യൂബ്, ഈ വൈയും കൂടെ ബ്രാക്കറ്റിനകത്തോട്ട് എടുക്കുക, അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് വൈ, ഈ മൈനസും കൂടെ പ്ലസ് ആവും. പിന്നെ ഉള്ളത് 3x² y². അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് വൈയും പ്ലസ് എക്സ് ക്യൂബ് വൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/ അതുപോലെ 3x² y² നിന്ന് 2x² y² പോയാൽ പിന്നെ ഒരു x² y² കാണത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. നമുക്കിനി തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നിങ്ങൾ ആൻസർ ഷീറ്റിലോട്ട് എഴുതുമ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുക. ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മൾട്ടിപ്ലൈ. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ in equation 1 നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് x² മൈനസ് 2xy² ഡി എക്സ് ഇൻറ്റു 1/x² y². അത് നമുക്ക് ഡിനോമിനേറ്റർ കൊടുക്കുക. മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ ടേം ഡിനോമിനേറ്ററിലുള്ളതുകൊണ്ട് ഡിനോമിനേറ്ററിലോട്ട് മൈനസ്
എക്സ് ക്യൂബ് മൈനസ് 3x² dy ഡിവൈഡഡ് ബൈ x²y². റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് അഗെയിൻ അത് 0 ആയിരിക്കും. ഇനി നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ x² ബൈ x²y² മൈനസ് 2xy² ബൈ x²y² ഇൻറ്റു dx മൈനസ് എക്സ് ക്യൂബ് ബൈ x²y² മൈനസ് 3x² ബൈ x²y² ഇൻറ്റു dy ഈക്വൽ ടു 0. ഇനി കോമൺ ടേംസിനെയൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. x² ക്യാൻസൽ ചെയ്യാം. ഇവിടെ നിന്ന് ഓരോ y ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ ഉള്ളത് 1/y മൈനസ് ഇവിടെ നിന്ന് x² എക്സും പോയിട്ട് ഒരു x y² പോയിട്ട് ബൈ x. അപ്പോൾ 2/x ഇൻറ്റു dx മൈനസ് അഗെയിൻ ഇവിടെ നിന്ന് x² x³ രണ്ടുപേരും കൂടെ പോയിട്ട് x മാത്രമേ ഉള്ളൂ. അപ്പോൾ x/y² മൈനസ് x² ക്യാൻസൽ ചെയ്യുക. ഓരോ y വീതം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 3/y ഇൻറ്റു dy ഈക്വൽ ടു 0. അഗെയിൻ ഇത് ഏത് ഫോമിലായി? m dx പ്ലസ് n dy ഈക്വൽ ടു 0 ഫോമിലായി. ഇനി ഇത് എക്സാക്റ്റ് ആണോ നമുക്കറിയണം. കാരണം എക്സാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിത് എക്സാക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. എന്തായാലും ഇത് എക്സാക്റ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ സ്ഥാനത്ത് 1/y മൈനസ് 2/x എന്നിൻ്റെ സ്ഥാനത്ത് മൈനസ് ഓഫ് x/y² മൈനസ് 3/y എന്നുമാണ്. ഇനി നമുക്ക് ∂m/∂y കണ്ടുപിടിക്കാം. ∂m/∂y കണ്ടുപിടിക്കുമ്പോൾ 1/y² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1/y ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1/y². ആൻഡ് ഇവിടെ വൈയുടെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാളുടെ ഡെറിവേറ്റീവ് 0 ആയിപ്പോവും. ഇനി റൈറ്റ് സൈഡിൽ ∂n/∂x ആണ്. ∂n/∂x ചെയ്യുമ്പോൾ പുറത്തൊരു മൈനസ് ഉണ്ട്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, y² കോൺസ്റ്റൻറ്റ് ആൻഡ് സെക്കൻഡ് ടേമിൽ ഒരു എക്സ് പോലും ഇല്ലാത്തതുകൊണ്ട് അയാളുടെ ഡെറിവേറ്റീവും 0 ആയിപ്പോൾ. സോ ∂m/∂y എന്ന് പറയുന്നതും ∂n/∂x എന്ന് പറയുന്നതും സെയിം ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് എക്സാക്റ്റ്. ഇപ്പോൾ ഇതെന്തായി? എക്സാക്റ്റായി മാറി. അപ്പോൾ എക്സാക്റ്റായി മാറിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ എങ്ങനെയാണ്? അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചായിരുന്നു. സൊല്യൂഷൻ ഈസ് ഇൻ്റഗ്രൽ m dx. ഇവിടെ എന്ത് ചെയ്യുക? വൈയെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. പ്ലസ് ഇൻ്റഗ്രൽ ഓവർ n dy നോ ടേംസ് ഓഫ് എക്സ്. എക്സിൻ്റെ ഒരു ടേംസ് പോലും വരാൻ പാടില്ല. വിച്ച് ഇസ് ആൻഡ് ഈസ് ഈക്വൽ ടു c. സോ ഇൻ്റഗ്രൽ m എന്ന് പറയുന്നത് 1/y മൈനസ് 2/x dx പ്ലസ് എന്നിൻ്റെ നോ ടേംസ് ഓഫ് എക്സ്. എക്സിൻ്റെ ടേംസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ എന്നിൻ്റെ ഫസ്റ്റ് ടേമിൽ എക്സ് ആണ്. എഗെയിൻ മൈനസ് കൂടെ അകത്ത് കയറിയിട്ട് 3/y dy വിച്ച് ഈസ് ഈക്വൽ ടു c. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/y കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. അപ്പോൾ x/y മൈനസ് 2 ഇൻറ്റു 1/xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് log x. സോ log x പ്ലസ് 3 കോൺസ്റ്റൻറ്റ് 1/yൻ്റെത് log y ഈക്വൽ ടു c. സോ ആൻസർ x/y മൈനസ് 2 log x പ്ലസ് 3 log y ഈക്വൽ ടു c. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇതിലെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ഈസ് ഇൻ ദ ഫോം. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് f1 ഓഫ് xy ഇൻറ്റു y dx. അതായത് ഇവിടെ എക്സ്ട്രാ വരുന്നത് ഒരു y കൂടെ വരും. പ്ലസ് f2 xy ഇൻറ്റു എക്സ് ഡി വൈ ഈക്വൽ ടു 0. ഈ ഫോമിലാണ് നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നതെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട 1/mx മൈനസ് എൻ വൈ. ഇത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് അത് 0 ആയി പോകാനും പാടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് നമുക്ക് വരാം. സോ പ്രോബ്ലം എങ്ങനെയാണ്? സോൾവ് 1 പ്ലസ് xy y dx പ്ലസ് 1 മൈനസ് xy x dy ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിത് കാണുമ്പോഴേ അറിയാം f1 y dx പ്ലസ് f2 x dy ഈക്വൽ ടു 0 ഫോമിലാണ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ കിടക്കുന്നത്. ഇനി ഇത് എക്സാക്റ്റ് അല്ലെങ്കിലേ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സാക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്തെന്ന് പറയുന്നത് 1 പ്ലസ് y കൂടെ എടുക്കുക. കാരണം ഡി എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആളാണ് എം. അപ്പം നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. എം ഇൻറ്റു 1 പ്ലസ് xy വൈയും എൻ എന്ന് പറയുന്നത് 1 മൈനസ് xy ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് ഈ y ഒന്നും അകത്തോട്ട് മൾട്ടിപ്ലൈ y പ്ലസ് xy²ഉം n എന്ന് പറയുന്നത് x മൈനസ് x² വൈയും. സോ എമ്മിനെ നമുക്ക് ∂m/∂yയിൽ വിത്ത് റെസ്പെക്ട് വൈക്ക് ഡെറിവേറ്റീവ് എടുക്കുക. വൈൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് കോൺസ്റ്റൻറ്റ് y² 2y വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2xy എന്ന് കിട്ടും. ഇനി ∂n/∂x കണ്ടുപിടിക്കുക. ∂n/∂x കണ്ടുപിടിക്കുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, y കോൺസ്റ്റൻറ്റ്, x²ൻ്റെത് 2x.
അപ്പോൾ ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്ന 1 പ്ലസ് 2xyയും ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന 1 മൈനസ് 2xy വിച്ച് ഇംപ്ലൈസ് ഡോ എം ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പോൾ ഇതെന്തല്ല, നോട്ട് എക്സാക്ട്. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് അല്ല എന്ന് കിട്ടും. അപ്പോൾ എക്സാക്ട് അല്ല എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഏത് ഫോമിലോട്ടാണെന്ന് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ്റെ അണ്ടറിൽ ഈ പ്രോബ്ലംസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എക്സാക്ട് അല്ല എന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് വെരിഫൈ ചെയ്യുന്നത്, ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു y എക്സ്ട്രാ ഇവിടെ കിടപ്പുണ്ട്, അതുപോലെ ഒരു x എക്സ്ട്രാ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഫോമിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു 1 ബൈ എം എക്സ് മൈനസ് എൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എം എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് വൈ ഇൻറ്റു വൈ, എഗെയിൻ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് എൻ എന്ന് പറയുന്ന 1 മൈനസ് എക്സ് വൈ ഇൻറ്റു എക്സ് നമ്മളിവിടെ ഒരു y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ വൈ എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസും എക്സ് വൈയും മൾട്ടിപ്ലൈ അപ്പോൾ മൈനസ് എക്സ് വൈ മൈനസും കൂടി പ്ലസ് വരും എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. സോ മൈനസ് എക്സ് വൈയും പ്ലസ് എക്സ് വൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1 ബൈ ഇവിടെ 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഉള്ളതുകൊണ്ട് 1 ബൈ 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1 പ്ലസ് എക്സ് വൈ ഇൻറ്റു വൈ ഡി എക്സ് ബൈ ഡിനോമിനേറ്ററിലെ ടേം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡിനോമിനേറ്റർ മാത്രം കൊടുക്കുന്നത്, പ്ലസ് 1 മൈനസ് എക്സ് വൈ ഇൻറ്റു എക്സ് ഡി വൈ ബൈ 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു 0. നൗ again this is of the form m dx plus n dy equal to 0. ഇപ്പോൾ എക്സാക്റ്റിൻ്റെ ഇക്വേഷനിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എക്സാക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എം എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് വൈ ഇൻറ്റു വൈ ബൈ 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് n ഈക്വൽ ടു 1 മൈനസ് എക്സ് വൈ ഇൻറ്റു എക്സ് ബൈ 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. സോ വി ക്യാൻ ക്യാൻസൽ വൈ, ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്, ഒരു വൈ ക്യാൻസൽ ചെയ്ത് പോയിട്ട് വൈ വരും. സിമിലർലി ഇവിടെ നിന്ന് എക്സും എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ്. നൗ വി ക്യാൻ സ്പ്ലിറ്റ്, ഈ ഡിനോമിനേറ്ററിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ബൈ 2 എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ ബൈ 2 എക്സ് സ്ക്വയർ വൈ ആൻഡ് ഹിയർ 1 ബൈ 2 എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ബൈ 2 എക്സ് വൈ സ്ക്വയർ. പിന്നെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഒരു എക്സും വൈയും ക്യാൻസൽ ചെയ്ത് കളയാം, അതുപോലെ ഇവിടെ നിന്നും എക്സും വൈയും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് 1 ബൈ 2 എക്സ് സ്ക്വയർ വൈ മൈനസ് 1 ബൈ 2 എക്സ്, ഇവിടെ ബാലൻസ് ഒരു എക്സ് വരും. ആൻഡ് ഹിയർ 1 ബൈ 2 എക്സ് വൈ സ്ക്വയർ മൈനസ് 1 ബൈ 2 വൈ. സോ എമ്മുമായി എന്നുമായി ഇനി നമുക്ക് ഡോ എം ബൈ ഡോ വൈ ആണ് വേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ 2 എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, 1 ബൈ വൈൻ്റെത് മൈനസ് 1 ബൈ വൈ സ്ക്വയർ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. ഈ ടേമിൽ വൈൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആയി പോവും. ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു അഗെയിൻ 1 ബൈ 2 വൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ് ആൻഡ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഈ ടേമിൽ എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇയാളുടെ ഡെറിവേറ്റീവ് 0 ആയി പോവും. It is equal to minus 1 by 2 x square y square and here minus 1 by 2 x square y square. അപ്പോൾ dou m by dou y is equal to dou n by dou xi. Therefore exact. നമുക്ക് ഈ ഇക്വേഷൻ എന്താക്കി മാറ്റാൻ പറ്റി, എക്സാക്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റി. ഇനി നമ്മുടെ സാധാ യൂഷ്വൽ എക്സാക്റ്റ് ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ, സൊല്യൂഷൻ ഈസ് integral over m dx keeping y constant plus integral over n dy and no terms of x. xന്റെ ടേംസ് ഒന്നുമേ ഇതിലില്ല, ഈക്വൽ ടു സി. സോ ഇൻ്റഗ്രൽ നമ്മുടെ m എന്ന് പറയുന്നത് y പ്ലസ് എക്സ് വൈ സ്ക്വയർ ബൈ 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. നമുക്കിവിടെ വൈ പുറത്തൊരു വൈ ഉണ്ടായിരുന്നു, അയാളെ കൂടെ അകത്തോട്ട് എടുത്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എന്നിൽ എക്സിൻ്റെ ടേംസ് ഒന്നുമേ പാടില്ല. സോ എക്സിൻ്റെ ടേംസ് ഇല്ലാതെയായിട്ട് ഇവിടെയാണ് നമുക്ക് എൻ ഉള്ളത്. അപ്പോൾ എന്നിൽ എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ മൈനസ് 1 ബൈ 2 വൈ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് മൈനസ് 1 ബൈ 2 വൈ ഡി വൈ ഈക്വൽ ടു സി. ഇനി നമുക്കിതിനെ ഒന്ന് ഡിനോമിനേറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിനാണ്. അപ്പോൾ നമുക്ക് 2 വൈ സ്ക്വയർ എക്സ് ഡിനോമിനേറ്ററിൽ എക്സ് ഇല്ലാത്ത ടേംസ് ഇങ്ങ് വെളിയിലെടുക്കാം. അപ്പോൾ 2 വൈ സ്ക്വയർ വെളിയിലെടുക്കാം. പിന്നെ ഉള്ളത് ഇൻ്റഗ്രൽ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ ബൈ
എക്സ് സ്ക്വയർ ഡി എക്സ് ആൻഡ് -1/2 വെളിയിലെടുക്കാം. പിന്നെ ഉള്ള ഇൻ്റഗ്രൽ 1/y dy ഈക്വൽ ടു ഇപ്പോൾ 1/2 y സ്ക്വയർ ഇൻ്റഗ്രൽ y ഇൻറ്റു 1/x², അതായത് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്, പ്ലസ് xy² dx മൈനസ് 1/2 1/y log y ഈക്വൽ ടു 0. ഇനി ഇവിടെ നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 1/2 y², ഇവിടെ y കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ y അതുപോലെ കീപ്പ് ചെയ്യുക. 1/x² ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് -1/x² ആണ്. അത് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സൈഡിലോട്ടൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. ഇൻ്റഗ്രൽ 1/x² dx നമുക്ക് ഇൻ്റഗ്രൽ x⁻² dx എന്ന് എഴുതാം. ദെൻ x⁻n എന്ന് പറയുന്നത് x⁻n+1/n+1 ആണ്. അപ്പം x⁻−1/-1 എന്ന് വരും. ഈ x⁻−1 ഡിനോമിനേറ്ററിലോട്ട് എടുക്കുമ്പോൾ അയാളുടെ പവർ x⁻1 ആവും. ഈ മൈനസ് ഡിനോമിനേറ്ററിലെ മൈനസിനെയാണ് ന്യൂമറേറ്ററിലോട്ട് കൊടുത്തത്. അപ്പോൾ -1/x ആണ് 1/x² integral. So we can write -1/x പ്ലസ് ബാക്കി ഇവിടെ നിന്ന് ഒരു എക്സും അല്ലെ y² കോൺസ്റ്റൻറ്റ്, പിന്നെ ഉള്ളത് എക്സും ഒരു എക്സും ക്യാൻസൽ ചെയ്തോട്ട് 1/x. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് log x -1/2 log y is equal to c. So here 1/2 y²-നകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു y² വൈയും പോയിട്ട് -1/2yx. ഇവ നമ്മൾ 1/2 y² കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു വൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, y ഉണ്ട്, x ഉണ്ട്, മേളിലൊരു മൈനസും ഉണ്ട്. പ്ലസ് അടുത്ത ടേമിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y² ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/2 log x, പിന്നെ ഉള്ളത് -1/2 log y ഈക്വൽ ടു c. This is the solution. Next problem, solve xy² plus 2x² y³ dx plus x²y minus x³ y² dy equal to 0. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? ആദ്യമേ തന്നിരിക്കുന്നതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. വേറെ എം എന്ന് പറയുന്നത് xy² പ്ലസ് 2x²y³ ആൻഡ് എൻ എന്ന് പറയുന്നത് x²y മൈനസ് x³ y². അപ്പോൾ എക്സാക്റ്റ് ആണോ എന്ന് ആദ്യം വെരിഫൈ ചെയ്യണം. ∂m/∂y ഈസ് ഈക്വൽ ടു x ഇൻറ്റു y² 2y പ്ലസ് 2x² കോൺസ്റ്റൻറ്റ് y³ 3y². ആൻഡ് ∂n/∂x വേണം. അപ്പോൾ x² 2x, y കോൺസ്റ്റൻറ്റ്, മൈനസ് x³ 3x² y². സോ ഇവിടെ 2xy പ്ലസ് 2 × 3 6 x² y². ആൻഡ് ഇവിടെ 2xy മൈനസ് 3x² y². അപ്പോൾ ∂m/∂y നോട്ട് ഈക്വൽ ടു ∂n/∂x എന്ന് കിട്ടും. ദെയർഫോർ നോട്ട് എക്സാക്റ്റ് അല്ല. സോ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വേണ്ടത് നമുക്ക് വൈയുടെ ടേമാണ്. അപ്പോൾ ഈ ടേമിൽ നിന്നും ഒരു വൈ കോമൺ ആയിട്ട് പുറത്തിറക്കും. ആൻഡ് നമുക്ക് ഇവിടെ വേണ്ടത് എക്സ് ആണ്. അപ്പോൾ ഈ ടേമിൽ നിന്നും ഒരു എക്സിനെ കൂടെ നമ്മൾ പുറത്തിറക്കും. നൗ ദ ഇക്വേഷൻ ബിക്കംസ്, കോമൺ ആയിട്ട് പുറത്തിറക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ xy പ്ലസ് 2x²y² ഇൻറ്റു y dx പ്ലസ് xy മൈനസ് x²y² ഇൻറ്റു x dy ഈക്വൽ ടു 0. സോ ഇതിപ്പം f1y dx പ്ലസ് f2x dy ഫോമിലായി കഴിഞ്ഞു. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 1/mx മൈനസ് ny ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/m പകരം നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനിൽ അതേ എം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇതിനെയും കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ x² ഓക്കെ y അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xy² പ്ലസ് 2x²y³ ഇൻറ്റു ഇതിൻ്റെ കൂടെയുള്ള എക്സ് മൈനസ് എന്നിൻ്റെ സ്ഥാനത്ത് x²y മൈനസ് x³ y² ഇൻറ്റു ഇവിടെ ഉള്ള y വിച്ച് ഈസ് ഈക്വൽ ടു 1/x അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x²y² പ്ലസ് 2x³ y³ മൈനസും വൈയും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് x²y², ഈ മൈനസും കൂടി പ്ലസ് ആകും. പിന്നെ ഉള്ളത് x³ y³. സോ മൈനസ് x²y²ഉം പ്ലസ് x²y²ഉം ക്യാൻസൽ ചെയ്യുക. 2x³ y³ പ്ലസ് x³ y³ എന്ന് പറയുന്നത് 1/3 x³ y³. സോ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 1നെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് xy പ്ലസ് 2x²y² ഇൻറ്റു y ബൈ 3x³ y³. അതായത് ഞാനിപ്പോൾ ഇക്വേഷൻ 1-നല്ല ഡിവൈഡ് ചെയ്ത്
ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് നമുക്ക് ഈ എഴുതിയ ഇക്വേഷനാണ്. ഏത് ചെയ്താലും മതി, സെയിം തന്നെയാണ് രണ്ട് ഇക്വേഷൻസ്. ഇവിടെ വൈനെ നമ്മൾ പുറത്തെടുത്തു, ഇവിടെ നമ്മൾ എക്സിനെ പുറത്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഇക്വേഷനിലോട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 3x ക്യൂബ് വൈ ക്യൂബ് ഡി വൈ, ഇവിടെ ഡി എക്സ് ഉണ്ടായിരുന്നു, ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓരോ വൈ വീതം ക്യാൻസൽ ചെയ്യാം, വൈ സ്ക്വയർ വരും. ഇവിടെ നിന്ന് ഓരോ എക്സ് വീതം ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറും വരും. ഇനി നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ് വൈ ബൈ 3x ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ ബൈ 3x ക്യൂബ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇവിടെ വരുമ്പോൾ എക്സ് വൈ ബൈ 3x സ്ക്വയർ വൈ ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 3x സ്ക്വയർ വൈ ക്യൂബ് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളവരൊക്കെ ക്യാൻസൽ ചെയ്യുക. ഇവിടെ നിന്ന് വൈ ബൈ എക്സും എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 1/3x സ്ക്വയർ വൈ പ്ലസ് ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്യും. ഇവിടെ എക്സ് വരപ്പം 2/3x ഡി എക്സ്. ദെൻ 1 പ്ലസ് ഇവിടെ നമുക്ക് എക്സും എക്സ് സ്ക്വയറും വൈയും ക്യാൻസൽ ചെയ്തിട്ട് 1/3x വൈ സ്ക്വയർ മൈനസ് ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യുക. പിന്നെ ഉള്ള 1/3 ഇവിടെ നിന്ന് വൈ സ്ക്വയറും വൈ ക്യൂബും പോയിട്ട് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ എം എന്ന് പറയുന്നത് 1/3x സ്ക്വയർ വൈ പ്ലസ് 2/3x ആൻഡ് എൻ എന്ന് പറയുന്നത് 1/3x വൈ സ്ക്വയർ മൈനസ് 1/3y. ഇനി ഇത് എക്സാക്റ്റ് ആണോ നമുക്ക് നോക്കാം. ഡോ എം ബൈ ഡോ വൈ ചെയ്യുമ്പോൾ 1/3x സ്ക്വയർ കോൺസ്റ്റൻറ്റ്, 1/y മൈനസ് 1/y സ്ക്വയർ. ഇവിടെ വൈയുടെ ടേംസ് ഒന്നുമില്ല, ഡെറിവേറ്റീവ് 0 ആവും. ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ 1/3y സ്ക്വയർ കോൺസ്റ്റൻറ്റ്, 1/xൻ്റെ മൈനസ് 1/x സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല, അതും 0. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 1/3x സ്ക്വയർ വൈ സ്ക്വയറും ഇവിടെയും മൈനസ് 1/3x സ്ക്വയർ വൈ സ്ക്വയർ. സോ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആയിട്ട് കിട്ടി. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് എക്സാക്റ്റ്. അത് എക്സാക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ എക്സാക്റ്റ് ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ ഈസ് integral over m dx keeping y constant and plus integral over n dy no terms of x equal to c. സോ നമുക്കിതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്കുള്ള എം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇവിടെ എം എന്ന് പറയുന്നത് 1/3x സ്ക്വയർ വൈ പ്ലസ് 2/3x 1/3x സ്ക്വയർ വൈ പ്ലസ് 2/3x ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എൻ. എന്നിനകത്ത് നോ ടേംസ് ഓഫ് എക്സ് ആണ്. എക്സിൻ്റെ ടേംസ് ഇല്ലാത്ത ഇവിടെ മൈനസ് 1/3y മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈനസ് 1/3y dy ഈക്വൽ ടു സി. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ്. അപ്പോൾ 1/3y കോൺസ്റ്റൻറ്റ് എക്സ് റൈസ് ടു -2 പ്ലസ് 1/-2 പ്ലസ് 1 എന്ന് വരും. എക്സ് സ്ക്വയർ മുകളിൽ പോകുമ്പോൾ എക്സ് റൈസ് ടു -2 വരും. പ്ലസ് 2/3 കോൺസ്റ്റൻറ്റ് എക്സിൻ്റെത് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1/3 നമുക്ക് വെളിയിലെടുക്കാം. 1/yൻ്റെത് ലോഗ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എക്സ് റൈസ് ടു 1/3y ഇൻറ്റു എക്സ് റൈസ് ടു -1/-1 പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ് സ്ക്വയർ ബൈ 3 മൈനസ് 1/3 ലോഗ് വൈ ഈസ് ഈക്വൽ ടു 6. ഇനി ഇവിടെ നമുക്ക് ഈ എക്സ് റൈസ് ടു -1 കൂടെ നമുക്ക് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാം. അപ്പോൾ മൈനസ് 1/3xy പ്ലസ് എക്സ് സ്ക്വയർ ബൈ 3 മൈനസ് 1/3 ലോഗ് വൈ ഈക്വൽ ടു 6 വിച്ച് ഈസ് ദി സൊല്യൂഷൻ. നമ്മളിവിടെ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു. എം എന്ന് പറയുന്നത് 2/3x ആണ്. അതായത് എക്സ് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഞാനത് ഇവിടെ എഴുതിയപ്പോൾ ന്യൂമറേറ്ററിലായിപ്പോയി. അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ നടുക്കത്തെ ടേം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 2/3 കോൺസ്റ്റൻറ്റും 1/xൻ്റെത് ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 log x ബൈ 3 എന്ന് വരും. ഇത്രയും അതിൽ വരുന്നുള്ളൂ ചേഞ്ച്, ബാക്കിയെല്ലാം കറക്റ്റാണ്. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ. അതായത് മൈനസ് 1/3xy പ്ലസ് 2/3 log x minus 1/3 log y is equal to 6 which is the solution. അടുത്തതെന്ന് പറയുന്നത്
if in the equation m dx plus n dy equal to 0, the expression 1 by n into dou m by dou y minus dou n by dou x equal to f of x or a constant, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെന്നെങ്കിൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ കെ ഡി എക്സ് എന്ന് വേണം നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമ്മളിത് ഈ മെത്തേഡ് എല്ലാം ചെയ്യുന്നത് നമുക്ക് എക്സാക്റ്റിൻ്റെ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക, പക്ഷേ എക്സാക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുമ്പോൾ എക്സാക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ആദ്യം അത് എക്സാക്റ്റിൻ്റെ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചായിരുന്നു. മൂന്നാമത്തെ കേസിൽ എക്സാക്റ്റ് അല്ലാത്ത സമയത്ത് ഇതിനെ ഇങ്ങനെ ഈ ഒരു ഫോമിൽ, അതായത് ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഇൻറ്റു 1 ബൈ എൻ ഈക്വൽ ടു ഒന്നുകിൽ ഒരു എക്സിൻ്റെ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റോ ആയിട്ടോ നമുക്ക് ആ ഇക്വേഷൻസിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ കണ്ടുപിടിക്കേണ്ടതാണ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഓർ കോൺസ്റ്റൻറ്റ് കിട്ടിയാൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ കെ ഡി എക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്കത് പ്രോബ്ലം നോക്കാം. So problem, solve x y square minus e raised to 1 by x cube dx minus x square y dy equal to 0. അപ്പോൾ നോക്കുമ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോമിലാണ്. അപ്പോൾ എക്സാക്റ്റിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഇനി എക്സാക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. എമ്മിൻ്റെ സ്ഥാനത്ത് എക്സ് വൈ സ്ക്വയർ മൈനസ് ഇ റൈസ് ടു 1 ബൈ എക്സ് ക്യൂബും എന്നിൻ്റെ സ്ഥാനത്ത് മൈനസ് എക്സ് സ്ക്വയർ വൈയുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡോ എം ബൈ ഡോ വൈ ചെയ്യുന്നു. ഡോ എം ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ് വൈ സ്ക്വയറിൻ്റെ 2y, ഇവിടെ വൈയുടെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡെറിവേറ്റീവ് 0. ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് എക്സിൻ്റെത് 2 എക്സ് വൈ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 2xyയും ഇവിടെ മൈനസ് 2xy ആണ്. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ ഇസ് നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്, ദെയർഫോർ നോട്ട് എക്സാക്റ്റ്. ഇവർ എക്സാക്റ്റ് അല്ല. അപ്പോൾ എക്സാക്റ്റ് അല്ലെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മെത്തേഡ്സിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ മെത്തേഡിൻ്റെ എക്സാമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സിനെ 1 ബൈ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് കെയുടെ ഒരു ഫംഗ്ഷൻ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് കിട്ടണം. അപ്പോൾ 1 ബൈ എൻ എന്ന് പറയുന്നത് മൈനസ് എക്സ് സ്ക്വയർ വൈ, ഡോ എം ബൈ ഡോ വൈ നമുക്ക് ചെയ്തപ്പോൾ 2xy എന്ന് കിട്ടി, ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്തപ്പോൾ മൈനസ് 2xy എന്നാണ് കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഇവിടെ മൈനസ് മൈനസും കൂടെ പ്ലസ് ആവും, 2xy പ്ലസ് 2xy എന്ന് പറയുന്നത് 4xy എന്ന് കിട്ടും. വൈയും വൈയും ക്യാൻസൽ ചെയ്യാം, ഇവിടെ നിന്ന് ഒരു എക്സും ക്യാൻസൽ ചെയ്യുക, പിന്നെ ഉള്ളത് മൈനസ് 4 ബൈ എക്സ് വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. ഇത് എക്സിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ദെയർഫോർ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ മെത്തേഡിലോട്ട് എങ്ങനെ എത്തും എന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ രണ്ടാമത് പഠിച്ച മെത്തേഡ് f1y dx പ്ലസ് f2x dy എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു y വരാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ടേംസിൽ നിന്ന് y കോമൺ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഓരോരോ മെത്തേഡ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ച് ബാക്കി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നാമത് പഠിച്ചത് നമ്മൾ ഹോമോജീനിയസ് ആണോ എന്നുകൂടിയാണ്. അപ്പോൾ ഇത് ഹോമോജീനിയസ് ഇക്വേഷനും അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തതിലോട്ട് വന്നത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇ റൈസ് ടു ഇൻ്റഗ്രൽ മൈനസ് 4 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 4 പുറത്തെടുക്കാം, 1 ബൈ എക്സ് ഡി എക്സ്, 1 ബൈ എക്സിൻ്റെത് ലോഗ് മൈനസ് 4 വെളിയിലുണ്ട്, ലോഗ് എക്സ് മൈനസ് 4 എക്സിൻ്റെ പവറിലോട്ട് കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് എക്സ് റൈസ് ടു മൈനസ് 4, ഇയും ലോഗും പോയിട്ട് എക്സ് റൈസ് ടു മൈനസ് 4 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് റൈസ് ടു 4. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1നെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇക്വേഷൻ 1നെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ എക്സ് ക്യൂബ് മൈനസ് ഇ റൈസ് ടു 1 ബൈ എക്സ് ക്യൂബ് ബൈ എക്സ് റൈസ് ടു 4. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ആ എക്സ് ഇവിടുത്തെ എക്സ് റൈസ് ടു 4 കൂടെ ക്യാൻസൽ ചെയ്തിട്ടാണ് എക്സ് ക്യൂബ് കിട്ടുന്നത്, ഇൻറ്റു ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ വൈ ബൈ എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. സോ നമുക്കിപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്തുള്ളത് വൈ സ്ക്വയർ ബൈ എക്സ് ക്യൂബ് മൈനസ് ഇ റൈസ് ടു 1 ബൈ എക്സ് ക്യൂബ് ബൈ എക്സ് റൈസ് ടു 4. എന്നിൻ്റെ സ്ഥാനത്തുള്ളത് ഇവിടെ നിന്ന് ഒരു എക്സും എക്സ് റൈസ് ടു 4 കൂടെ പോയിട്ട് എക്സ് സ്ക്വയർ വരും, അപ്പോൾ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ. Now we can check whether it is exact or not. ഡോ എം ബൈ ഡോ വൈ ചെയ്യുമ്പോൾ 1 ബൈ എക്സ് ക്യൂബ് കോൺസ്റ്റൻറ്റ്, വൈ സ്ക്വയറിൻ്റെ 2y, ഇവിടെ വൈയുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ 0. ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ കോൺസ്റ്റൻറ്റ്, 1 ബൈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എക്സ് ക്യൂബ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2y ബൈ എക്സ് ക്യൂബ്. ആൻഡ് ഓക്കെ, ഇവിടെ 2 ഇവിടെ ഉണ്ട്, എക്സ്
സ്ക്വയറിൻ്റെ 1/x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -2/x³. അപ്പോൾ 2 കൂടിയുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ മൈനസും മൈനസും പോയിട്ട് പ്ലസ് ആവും. പിന്നെ ഉള്ളത് 2y/x³. therefore ∂m/∂y is equal to ∂n/∂x. therefore it is exact. നമുക്കതിനെ എക്സാക്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റി. അപ്പോൾ എക്സാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ m dx കീപ്പിംഗ് y കോൺസ്റ്റൻറ്റ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ n dy നോ ടേംസ്. ഇങ്ങനെ തന്നെ നിങ്ങൾ എല്ലാത്തിലും എഴുതി പഠിച്ചാൽ അത് മറക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനും അത് എഴുതി പോകുന്നത്. നോ ടേംസ് ഓഫ് x ഈക്വൽ ടു c. അപ്പോൾ ഇൻ്റഗ്രൽ എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്കുള്ളത് y² മൈനസ് e⁻1/x³ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ n നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്നിൻ്റെ ടേംസിൽ എക്സ് വരാൻ പാടില്ല. അപ്പോൾ അതിനാകെ ഒരൊറ്റ ടേമേ ഉള്ളൂ, അതിൽ എക്സ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഇൻ്റഗ്രലിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഈക്വൽ ടു c. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ y² നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. x⁻3നെ x⁻−3 dx മൈനസ് ഇൻ്റഗ്രൽ e⁻1/x³ dx. ഈ സെക്കൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമുക്ക് 1/x³ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി പുട്ട് u ഈക്വൽ ടു 1/x³ du ഈക്വൽ ടു 1/x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -3 ഇൻറ്റു x⁻⁻4 dx എന്ന് വരും. അതായത് du ഈക്വൽ ടു -3/x⁻4 dx. അങ്ങനെയാണെങ്കിൽ 1/x⁻4 dxന് പകരം നമുക്ക് du/-3 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ അപ്ലൈ ചെയ്തത്. സോ ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ y² ഇൻറ്റു x⁻−3നെ x⁻4/-4 മൈനസ് ഇൻ്റഗ്രൽ ഇവിടെ നമുക്ക് 1/x⁻4 dxന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? du/-3. അപ്പോൾ e⁻1/x³ പകരമാണ് നമ്മൾ u എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരുന്നത്. അപ്പോൾ e⁻u ഇൻറ്റു dx/x⁻4 വരും du/-3 ഈക്വൽ ടു c. അപ്പോൾ ഇവിടെ നമുക്ക് -1/4 y²/x⁻4 x⁻4 നമുക്ക് താഴോട്ട് ഇറക്കുമ്പോൾ x⁻4 എന്ന് കിട്ടും. ഈ മൈനസും കൂടെ പ്ലസ് ആക്കാം. 1/3 കോൺസ്റ്റൻറ്റ് e⁻uൻ്റെ ഇൻ്റഗ്രൽ e⁻u തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു c. സോ മൈനസ് y²/4x⁻4 പ്ലസ് 1/3 e⁻uവിന് പകരം തിരിച്ച് നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1/x³ ഈക്വൽ ടു c, വിച്ച് ഈസ് ദി സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, x⁻3ൻ്റെ ഇൻ്റഗ്രൽ x⁻3 പ്ലസ് 1 ആണ്. -3 + 1 4 അല്ല. അപ്പോൾ ഇവിടെ x⁻2 എന്ന് വരും. x⁻2/-2 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 4ന് പകരം 2ഉം എക്സിൻ്റെ പവറിൽ 2 ആണ്. അപ്പം അതുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്തേക്കുക, 2ഉം 2. സോ ആൻസർ എന്ന് പറയുന്നത് 1/3 e⁻1/x³ മൈനസ് y²/2x² ഈക്വൽ ടു c. ഇവിടെ ഞാൻ ഡെറിവേറ്റീവിൻ്റെ ഇതിലാണ് x⁻⁻4 എന്ന് എഴുതിയത്. അത് നിങ്ങളോട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇൻ്റഗ്രൽ x⁻n dx x⁻n dxൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁻n+1/n+1 ആണ്. നമുക്ക് ഓൾറെഡി പവറിൽ നെഗറ്റീവാണ് -3. അപ്പോൾ -3 + 1/-3 + 1 എന്ന് വരും. സോ ക്ലിയർ ചെയ്തേക്കുക. എക്സിൻ്റെ പവറിൽ 2ഉം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതും 2 ആണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1/3 e⁻1/x³ മൈനസ് y²/2x² ഈക്വൽ ടു c. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ വേറൊരു ഫോമാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ 1/n ഇൻറ്റു ∂m/∂y മൈനസ് ∂n/∂x എന്ന് പറയുന്ന എക്സിലൊരു ഫംഗ്ഷനോ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനോ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് സാധാ യൂഷ്വൽ മെത്തേഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ തന്നെ ഒരു ബി പാർട്ട് എന്ന് പറയുന്നത്, അതായത് സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. 1/m ഇൻറ്റു ∂n/∂x മൈനസ് ∂m/∂y എന്ന് പറയുന്നത് വൈയിലൊരു ഫംഗ്ഷനോ കോൺസ്റ്റൻറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഈ മോഡലിലുള്ള പ്രോബ്ലമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവ് xy³ plus y into dx plus 2 into x² y² plus xy⁴ dy equal to 0. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതി ഇക്വേഷൻ നമ്പർ 1 എന്നാക്കുക. നമുക്ക് തന്നിരിക്കുന്നത് mdx plus ndy equal to 0 ഫോമിൽ, അതായത് എക്സാക്റ്റിൻ്റെ ഫോമിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന എക്സാക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. എമ്മിൻ്റെ സ്ഥാനത്ത് xy³ plus yയും എന്നിൻ്റെ സ്ഥാനത്ത് 2 into x² y²
പ്ലസ് എക്സ് പ്ലസ് വൈ റൈസ് ടു 4. ഇനി നമുക്ക് ഡോ എം ബൈ ഡോ വൈ വേണം. ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ്, വൈ ക്യൂബിൻ്റെ 3y² പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് 1. ഡോ എൻ ബൈ ഡോ എക്സ് വേണം. 2 കോൺസ്റ്റൻറ്റ്, വൈ സ്ക്വയറും കോൺസ്റ്റൻറ്റ്, എക്സ് സ്ക്വയറിൻ്റെത് 2x പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈ റൈസ് ടു 4ൻ്റെത് 0. അപ്പോൾ നമുക്ക് ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് 3xy² പ്ലസ് 1ഉം ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2 കൂടെ അകത്തോട്ട് എടുക്കുക. അപ്പോൾ 2 × 2 4 xy² പ്ലസ് 1 × 2 2. അപ്പോൾ എന്തായാലും ഡോ എം ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് കിട്ടി. ദെയർഫോർ തന്നിരിക്കുന്നത് എന്തല്ല, എക്സാക്റ്റ് അല്ല, നോട്ട് എക്സാക്റ്റ്. സോ നമ്മൾ 1/m ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഫംഗ്ഷൻ ഓഫ് വൈ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ സ്ഥാനത്ത് 1/xy³ പ്ലസ് വൈ ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 4xy² പ്ലസ് 2 മൈനസ് ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് 3xy² മൈനസ് 1 വരെ. ഇവിടെ പ്ലസ് ആണ്, പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ മൈനസ് ഉണ്ട്. ആ മൈനസ് അകത്തോട്ട് വരുമ്പോൾ ടേംസ് നെഗറ്റീവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/xy³ പ്ലസ് വൈ ഇൻറ്റു 4x²y² ഇന്ന് 3x²y² പോകുമ്പോൾ 4 ൽ 3 പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു xy² ഉള്ളൂ. 2 - 1 എന്ന് പറയുന്നത് 1. സോ നമുക്കിനി ഇവിടെ നിന്ന് ഒരു വൈ കൂടെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. വൈ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ പിന്നെ ഉള്ളത് xy² പ്ലസ് 1ഉം ഇവിടെ xy² പ്ലസ് 1. സോ xy² പ്ലസ് 1 ടേംസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 1/y. സോ നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന മെത്തേഡ് അനുസരിച്ച് 1/m ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1/y, അതായത് വൈയിൽ ഒരു ഇക്വേഷനായി. ദെയർഫോർ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക, e⁻⁴ 1/y dy. 1/yൻ്റെത് e⁻log y എന്ന് വരും. ഈ ലോഗ് വരുമ്പോഴത്തേക്ക് y. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് y ആണ്. ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മുടെ ഇക്വേഷൻ 1നെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xy³ പ്ലസ് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ y ഇൻറ്റു dx പ്ലസ് 2 ഇൻറ്റു x² y² പ്ലസ് എക്സ് പ്ലസ് വൈ റൈസ് ടു 4 ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ y dy ഈക്വൽ ടു 0. ഇനി നമുക്ക് y കൂടെ അകത്തോട്ട് എടുക്കുക. അപ്പോൾ എക്സ് വൈ റൈസ് ടു 4 പ്ലസ് y² ഇൻറ്റു dx പ്ലസ് 2 ഇൻറ്റു x² y³ പ്ലസ് xy പ്ലസ് വൈ റൈസ് ടു 5 dy ഈക്വൽ ടു 0. അപ്പോൾ ഇത് അഗെയിൻ നമ്മുടെ എക്സാക്റ്റിലെ ഫോമിലായി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ഫോമിലായി. ഇനി ഇത് നമുക്ക് എക്സാക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. സോ എമ്മിൻ്റെ സ്ഥാനത്ത് വരുന്നത് എം ഈസ് ഈക്വൽ ടു xy⁴ പ്ലസ് y²ഉം എന്നിൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ഇൻറ്റു x² y³ പ്ലസ് xy പ്ലസ് വൈ റൈസ് ടു 5. ഇനി എക്സാക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡോ എം ബൈ ഡോ വൈ നോക്കാം. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈക്ക് വരുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ്, വൈ റൈസ് ടു 4ൻ്റെത് 4y³ പ്ലസ് y² 2y ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു y³ കോൺസ്റ്റൻറ്റ്, x² 2x പ്ലസ് y കോൺസ്റ്റൻറ്റ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈ റൈസ് ടു 5ൻ്റെത് 0 ഈക്വൽ ടു ഇവിടെ നമുക്ക് 4xy³ പ്ലസ് 2y എന്നും ഇവിടെ നമുക്ക് 2 × 2 4xy³ പ്ലസ് 2y എന്നും കിട്ടി. സോ ഡോ എം ബൈ ഡോ എക്സും ഡോ എൻ ബൈ ഡോ വൈയും ഈക്വലായി. ഹെൻസ് നമ്മൾ ഈ ഇക്വേഷൻ എന്താക്കി, എക്സാക്റ്റിലോട്ട് റെഡ്യൂസ് ചെയ്ത്. ദെയർഫോർ എക്സാക്റ്റ്. അപ്പോൾ എക്സാക്റ്റിലോട്ട് നമ്മളിതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി എക്സാക്റ്റ് ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ ഓവർ എം ഡി എക്സ്. ഇൻ്റഗ്രൽ ഓവർ എം ഡി എക്സ് എടുക്കുമ്പോഴത്തേക്ക് വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എൻ ഡി വൈ ഇവിടെ വരുമ്പം നോ ടേംസ് ഓഫ് എക്സിൻ്റെ ഒരു ടേംസും വരാൻ പാടില്ല ഈക്വൽ ടു സി. അപ്പോൾ ഇൻ്റഗ്രൽ എമ്മിൻ്റെ സ്ഥാനത്ത് xy⁴ പ്ലസ് y² ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എന്നിൻ്റെ വൈ ഇല്ലാത്ത ടേംസാണ്, എക്സ് ഇല്ലാത്ത ടേംസാണ്. അപ്പോൾ എക്സ് ഇല്ലാത്തത് ഇതിൽ എക്സ് ഉണ്ട്, ഇതിൽ എക്സ് ഉണ്ട്, പിന്നെ ഉള്ളത് 2y⁵. അപ്പം ഇൻ്റഗ്രൽ 2y⁵ dy ഈക്വൽ ടു സി. ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇവിടെ y കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ y⁴ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 പ്ലസ് y² ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 2 ഇൻറ്റു y⁵ y⁶/6 ഈക്വൽ ടു സി. അപ്പോൾ ഇനി ഇവിടെ നമുക്കുള്ളത് x² y⁴/2 പ്ലസ് y² x പ്ലസ്
ഇവിടെ 2ഉം 6ഉം ക്യാൻസൽ ചെയ്ത് 3 എഴുതാം. y⁻⁶/3 ഈക്വൽ ടു c, വിച്ച് ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. അപ്പം നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചുകൊണ്ടിരുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ എക്സാക്റ്റ് ആക്കാമെന്നായിരുന്നു. നമ്മൾ 3 മെത്തേഡ്സ് നമ്മൾ നോക്കി. 4ാമത്തെ മെത്തേഡാണ് ഇൻസ്പെക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇൻസ്പെക്ഷൻ മെത്തേഡ് നമുക്ക് ഓൾറെഡി കുറച്ച് ഫോർമുലാസ് പഠിച്ച് വെച്ചാൽ ഇതാണോ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ്, അതായത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മൾ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് നമ്മൾ ഏതാണോ സബ്സ്റ്റിറ്റ്യൂഷന് യോജിക്കുന്നത് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലം ചെയ്യും. അപ്പോൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ integrating factor of mtx plus n dy equal to 0 can be found out by inspection method as follows. അതായത് നമ്മുടെ പ്രോബ്ലത്തിൽ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ എക്സ് ആണ്. അതായത് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഈ സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ബൈ വൈ സ്ക്വയർ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പഠിക്കാൻ ഈസി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടേം എക്സ് ഡി വൈ അല്ലെങ്കിൽ എക്സിലുള്ള ടേം ആയിരിക്കുക. അതുപോലെ വൈ സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ കിടക്കുന്നതെങ്കിൽ ആദ്യത്തെ ടേം വൈ ആയിരിക്കുക. ഒന്ന് ഓർത്തിരിക്കുക, കാരണം പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അടുത്ത് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഫോമിലാണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു വൈ. അതുപോലെ അടുത്തൊരു ഫോമുല എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ ബൈ എക്സ്. ഇതൊന്ന് ഡെറിവേറ്റീവ് എടുത്ത സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x. അപ്പോൾ 1/xൻ്റെ സ്ഥാനത്ത് y ബൈ എക്സ് വരും. എഗെയിൻ ചെയിൻ റൂൾ അനുസരിച്ച് y ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. y ബൈ എക്സ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന കോഷ്യൻ റൂളിലാണ്. അപ്പോൾ യു ഡാഷ് വൈൻ്റെ ഡെറിവേറ്റീവ് യു ഡാഷ് ഇൻറ്റു വി, വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ഇൻറ്റു എക്സ് മൈനസ് യു ഇൻറ്റു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് അതിനെ എക്സ് ബൈ വൈ ആക്കാം. അപ്പോൾ എക്സും എക്സ് സ്ക്വയറിൽ എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സും ഡിനോമിനേറ്ററിലൊരു എക്സ് വൈ. അതായത് ഈ ഫോമിൽ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് വൈ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആരെ കൊടുക്കാം, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ ബൈ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. Question, solve x dy minus y dx equal to x y square dx. അപ്പോൾ ഇവിടെ നമ്മൾ x dy minus y dx by ഡിനോമിനേറ്റർ, അതായത് ഹോൾ y സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ x dx എന്ന് കിട്ടും. ഇനി y സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ ആദ്യം y-ൻ്റെ ടേം കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ y dx നമുക്കൊരു നെഗറ്റീവ് പുറത്തെടുക്കുക. അപ്പോൾ മൈനസ് എക്സ് ഡി വൈ ബൈ വൈ സ്ക്വയർ വിച്ച് ഈസ് ഇക്വൽ ടു എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച മെത്തേഡിലോട്ടായി കഴിഞ്ഞു. വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ബൈ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ കൊടുക്കാം, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടേമിൽ നമുക്ക് ഡെറിവേറ്റീവ് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈക്ക് പകരം ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ വിച്ച് ഈസ് ഇക്വൽ ടു എക്സ് ഡി എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് വശവും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബോത്ത് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രലും ഡെറിവേറ്റീവും കൂടെ വരുമ്പോൾ അത് പോയിട്ട് മൈനസ് എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ദിസ് ഈസ് ദി സൊല്യൂഷൻ. നെക്സ്റ്റ് പ്രോബ്ലം, സോൾവ് ഇ റൈസ് ടു വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് 2y ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നതിന് ഒന്നുകൂടെ എടുത്തെഴുതുക. ഇ റൈസ് ടു വൈ ടി എക്സ് പ്ലസ് എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് 2y ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 1. നമുക്കിത് ഡി വൈനെ അകത്തോട്ട് എടുക്കാം. അപ്പോൾ ഇ റൈസ് ടു വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇ റൈസ് ടു വൈ ഡി വൈ പ്ലസ് 2y ഡി വൈ ഈക്വൽ ടു 0. നെക്സ്റ്റ് ഈ 2y ഡി വൈ ഇവിടെ നിന്നോട്ടെ. ആദ്യത്തെ ഈ രണ്ട് ടേംസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇ റൈസ് ടു വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇ റൈസ് ടു വൈ ഡി വൈ, അതായത് ഇതെന്ന് പറയുന്നത് എക്സ് ഇ റൈസ് ടു വൈയുടെ ഡെറിവേറ്റീവാണ്. എക്സ് ഇ റൈസ് ഇതാണ് ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കൊരു ഫോമുല പഠിച്ചിട്ട് അത് ചെയ്യാനായിട്ട് പറ്റൂല. നമ്മൾ തന്നിരിക്കുന്നതിനെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് മുമ്പിലോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എക്സ് ഇ റൈസ് ടു വൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ പ്രോഡക്റ്റ് റൂളിൽ എടുക്കുക. ഇത് യുവും ഇത് വിയും. അപ്പോൾ യു ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ഇൻറ്റു വി എന്ന് പറയുന്നത് ഇ റൈസ് ടു വി. അതുപോലെ യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് ഇ റൈസ് ടു വിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇ റൈസ് ടു വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇ റൈസ് ടു വൈ ഡി വൈ എക്സ് വേണം ഡി വൈ ആണ് ഡെറിവേറ്റീവായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് ടേംസിന് പകരം ആരെ കൊടുത്താൽ മതി, എക്സ് ഇ റൈസ് ടു വൈൻ്റെ ഡെറിവേറ്റീവാണ്, അതായത് ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ കിടക്കുന്നത്, പ്ലസ് 2y ഡി വൈ ഈക്വൽ ടു 0.
ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ബട്ട് രണ്ട് വശത്തും കൊണ്ടുപോയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് ഇ റൈസ് ടു വൈ ഈക്വൽ ടു -2y dy. ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് വശം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇ റൈസ് ടു വൈ ഈക്വൽ ടു -2 ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി വൈ. -2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തോട്ടിടാം. ഡെറിവേറ്റീവ് ഇൻ്റഗ്രലും കൂടെ വരുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഇൻ്റഗ്രലും പോയിട്ട് ഫംഗ്ഷൻ ഈക്വൽ ടു -2 ഇൻറ്റു വൈൻ്റെത് y²/2 പ്ലസ് സി. അതിൽ 2 2 ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ ആൻസർ എക്സ് ഇ റൈസ് ടു വൈ, ഇയാളെ കൂടെ വേണമെങ്കിൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് +y² ഈക്വൽ ടു സി, വിച്ച് ഇസ് ദി സൊല്യൂഷൻ. നെക്സ്റ്റ് പ്രോബ്ലം എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഈക്വൽ ടു x² + y² ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു x² + y² ഉണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ x² + y² ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഡി എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. ഒന്നുകിൽ ഇത് കാണാതെ പഠിക്കുക, അതായത് ടാൻ ഇൻവേഴ്സ് ഫോമും അതിൻ്റെ ഫംഗ്ഷനും കറസ്പോണ്ടിങ്ങും കാണാതെ പഠിക്കുക. അതേ നമുക്ക് രക്ഷയുള്ളൂ. 1-2 പ്രോബ്ലത്തിൻ്റെയൊക്കെ ബേസിക് ജനറൽ ആയിട്ടുള്ള ഫോംസ് നമ്മൾ അതായത് ബേസിക് ഇക്വേഷൻസ് ഒന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ x² + y² എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഡി എക്സ്. അപ്പം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രലും കൂടെ പോയിട്ട് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 × ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി, വിച്ച് ഈസ് ദി സൊല്യൂഷൻ. ഇനി ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/1 + x² ആണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കിവിടെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് y ബൈ എക്സ് ആണ് വന്നിരിക്കുന്നത്. സോ അയാളുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/1 + എക്സിന് പകരം നമ്മുടെ ഫംഗ്ഷൻ y ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ, തീർന്നില്ല. എന്നിട്ട് y ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ, ചെയിൻ റൂൾ അനുസരിച്ച് പകരം വന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈക്വൽ ടു ഇവിടെ നമുക്ക് 1/1 + y² / x² ഇൻറ്റു y ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഗെയിൻ അത് കോഷ്യൻ റൂളിൽ എടുക്കുക. അപ്പോൾ യു ഡാഷ് വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ, യു ഡാഷ് ഇൻറ്റു വി, വി എന്ന് പറയുന്നത് എക്സ്, മൈനസ് യു ഇൻറ്റു വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ x² ഈക്വൽ ടു 1/, ഇവിടെ LCM എടുക്കുക. LCM എടുക്കുമ്പോൾ x² + y² / x² ഇൻറ്റു എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ x² എന്ന് വരും. ഡിനോമിനേറ്ററിൽ എഗെയിൻ ഫ്രാക്ഷനാണ്. ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ x² മുകളിൽ പോകും. അപ്പോൾ ആ x² ഈ x² കൂടെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ x² + y². ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ. അതെന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ്. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് ഡയറക്റ്റ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നെക്സ്റ്റ് പ്രോബ്ലം സോൾവ് y ഇൻറ്റു 2xy + e⁻x dx ഈക്വൽ ടു e⁻x dy. അപ്പോൾ നമുക്കിത് വൈനെ ബ്രാക്കറ്റിനകത്തോട്ട് എടുക്കാം. അപ്പോൾ 2xy² dxും കൂടെ കൊടുക്കാം, dx പ്ലസ് y e⁻x dx ഈക്വൽ ടു ഇതിനെ കൂടെ എപ്പുറം കൊണ്ടുപോകും -e⁻x dy ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. y e⁻x dx മൈനസ് e⁻x dy പ്ലസ് 2xy² dx ഈക്വൽ ടു 0. ത്രൂ ഔട്ട് ഇക്വേഷൻ നമ്മൾ y² കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്, ഡിവൈഡിങ് ബൈ y². അപ്പോൾ y e⁻x dx മൈനസ് e⁻x dy ഒന്നിച്ച് നമ്മൾ y² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്ലസ് 2xy² / y² ഇൻറ്റു dx ഈക്വൽ ടു 0. ഇവിടെ നിന്ന് y² ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് നമ്മളൊന്ന് ഇൻസ്പെക്ഷൻ മെത്തേഡിലൂടെ നമ്മളിപ്പോൾ റീഅറേഞ്ച് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് e⁻x / y. നമുക്ക് e⁻x/y ഡെറിവേറ്റീവ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ യു ഡാഷ് e⁻xൻ്റെത് e⁻x ഇൻറ്റു dx ഇൻറ്റു വി, അപ്പോൾ യു ഇൻറ്റു വി ഡാഷ് മൈനസ് യു ഇൻറ്റു e⁻x ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ y². അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഫസ്റ്റ് ടേം y e⁻x dx മൈനസ് e⁻x dy ബൈ y². അപ്പോൾ ഇതിന് പകരം ആരെ കൊടുത്താൽ മതി? ഡെറിവേറ്റീവ് ഓഫ് e⁻x / y ഇസ് ഈക്വൽ ടു 2x മൈനസ് 2x dx.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് വശത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു -2 കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. ഇവിടെ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് പോയിട്ട് ഇ റൈസ് ടു എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ x സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇപ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് -x സ്ക്വയറിനെ കൂടെ പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ x സ്ക്വയർ ബൈ വൈ പ്ലസ് x സ്ക്വയർ ഈക്വൽ ടു സി വിച്ച് ഈസ് ദി സൊല്യൂഷൻ. -x സ്ക്വയറിനെ ഇപ്പുറം കൊണ്ടുവന്ന് പ്ലസ് ആക്കുക. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇഫ് ദ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോളോയിങ് ഫോം. അതായത് എക്സ് റൈസ് ടു എ പ്ലസ് വൈ റൈസ് ടു ബി ഇൻറ്റു എം വൈ ഡി എക്സ് പ്ലസ് എൻ എക്സ് ഡി വൈ പ്ലസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ പവർ വേറെ എ ഡാഷ് വൈൻ്റെ പവർ ബി ഡാഷ്. അതായത് സെയിം പവേഴ്സ് ആകണം എന്നില്ല, അത് വ്യത്യാസമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എ ഡാഷ് ബി ഡാഷ് ഇൻറ്റു അതുപോലെ എം എന്ന് പറയുന്നത് എം ഡാഷ് വൈ ഡി എക്സ് പ്ലസ് എന്നിന് പകരം സെയിം ആകണം എന്നില്ല. ഇവിടെ എൻ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വേറൊരു നമ്പർ ആയിരിക്കുക. അപ്പോൾ എൻ ഡാഷ് എക്സ് ഡി വൈ ഈക്വൽ ടു 0 ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എച്ച് പ്ലസ് വൈ റൈസ് ടു കെ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റിൻ്റെ മോഡലിലാണെന്നുണ്ടെങ്കിൽ ആൻഡ് അത് എക്സാക്റ്റ് അല്ല, നമുക്ക് എക്സാക്റ്റിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എച്ച് വൈ റൈസ് ടു കെ. ഇനി ഈ എച്ചും കെയും കണ്ടുപിടിക്കാൻ നമുക്ക് സെപ്പറേറ്റ് ഫോമുലാസ് ഉണ്ട്. എ പ്ലസ് എച്ച് പ്ലസ് 1/m ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ പ്ലസ് 1/n. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മളൊരു ഇക്വേഷനിലോട്ട് എത്തും. ആൻഡ് നെക്സ്റ്റ് എ ഡാഷ് പ്ലസ് എച്ച് പ്ലസ് 1/m ഡാഷ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് പ്ലസ് കെ പ്ലസ് 1/n ഡാഷ്. ഇത് സോൾവ് ചെയ്ത് നമ്മൾ മറ്റൊരു ഇക്വേഷനിലോട്ട് എത്തും. എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്താണ് നമ്മൾ എച്ചിൻ്റെയും കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ solve y cube minus 2yx square into dx plus 2xy square minus x cube dy equal to 0. അപ്പോൾ തന്നിരിക്കുന്നത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോമിലാണ്. വേർ എം എന്ന് പറയുന്നത് വൈ ക്യൂബ് മൈനസ് 2yx സ്ക്വയർ ആൻഡ് എൻ എന്ന് പറയുന്നത് 2xy സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്. ഇനി എക്സാക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോ എം ബൈ ഡോ വൈ എടുക്കുക. അപ്പോൾ വൈ ക്യൂബിൻ്റെത് 3y സ്ക്വയർ മൈനസ് 2x സ്ക്വയർ കോൺസ്റ്റൻറ്റ് വൈൻ്റെ ഡെറിവേറ്റീവ് 1 ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2y സ്ക്വയർ കോൺസ്റ്റൻറ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് ക്യൂബിൻ്റെത് 3x സ്ക്വയർ. സോ ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 3y സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 2y സ്ക്വയർ മൈനസ് 3x സ്ക്വയർ. സോ രണ്ടും സെയിം അല്ല. ഡോ എം ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. എക്സാക്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സാക്ട് അല്ല. സോ നമ്മളിനി അതിനെ എക്സാക്റ്റിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇവിടെ നിന്ന് ഡി എക്സിന് ബ്രാക്കറ്റിനുള്ളിലോട്ടും ഡി വൈനെയും ബ്രാക്കറ്റിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈ ക്യൂബ് ഡി എക്സ് മൈനസ് വൈ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് 2xy ഡി വൈ മൈനസ് എക്സ് ക്യൂബ് ഡി വൈ ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ ടേംസ് തമ്മിൽ അറേഞ്ച് ചെയ്യുന്നു. വൈ ക്യൂബ് ഡി എക്സിനെയും 2xy സ്ക്വയർ ഡി വൈനെ ഒന്നിച്ചെഴുതുന്നു. അപ്പോൾ വൈ ക്യൂബ് ഡി എക്സ് പ്ലസ് 2xy സ്ക്വയർ ഡി വൈ മൈനസ് 2yx സ്ക്വയർ ഡി എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡി വൈ ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് ടേംസിൽ നമ്മളൊരു വൈ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുന്നു. വൈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവിടെ വൈ ഡി എക്സ് പ്ലസ് 2x ഡി വൈ പ്ലസ് ഒരു എക്സ് സ്ക്വയർ നമുക്ക് ഇവിടെ നിന്ന് കോമൺ ആയിട്ട് എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 2 ഡി എക്സ് മൈനസ് എക്സ് ഡി ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമുക്ക് എക്സ് ടു എ ബി ഇൻറ്റു എം വൈ ഡി എക്സ് പ്ലസ് എൻ എക്സ് ഡി വൈ പ്ലസ് ഇവിടെ എക്സ് റൈസ് ടു എ ഡാഷ് വൈ ടു ബി ഡാഷ് ഇൻ എം ഡാഷ് വൈ എക്സ് പ്ലസ് എൻ ഡാഷ് എക്സ് ഡി വൈ ഈക്വൽ ടു 0 ഫോമിലോട്ട് നമ്മൾ എത്തിച്ചു. ഇനി നോക്ക്, ഇവിടെ എക്സിൻ്റെ ടേംസ് ഇല്ല. അപ്പോൾ എ എന്ന് പറയുന്നത് 0. അടുത്ത് വൈൻ്റെ ടേം ഉണ്ട് ബി. ബി എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ്. വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. സോ എം എന്ന് പറയുന്നത് 1. എന്നിട്ട് ഇനി ഇത് വേറെ ചെയ്യുമ്പോൾ എക്സിൻ്റെ
ഉണ്ട്. അപ്പോൾ എ ഡാഷിൻ്റെ സ്ഥാനത്ത് വൈൻ്റെ ടേം ഇല്ലാത്തത് കൊണ്ട് ബി ഡാഷ് എന്ന് പറയുന്നത് 0. ഇനി വൈ ഇവിടെ കിടക്കുന്ന ആളാണ് എം ഡാഷ്. സോ എം ഡാഷിൻ്റെ സ്ഥാനത്ത് മൈനസ് ആൻഡ് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എൻ ഡാഷ് എന്ന് പറയുന്നത് -1. നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് രണ്ട് ഫോർമുലാസ് ഉണ്ടായിരുന്നു. എ പ്ലസ് എച്ച് പ്ലസ് 1/m ഈസ് ഈക്വൽ ടു എ പ്ലസ് കെ 1/n. സോ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ സ്ഥാനത്ത് 0 പ്ലസ് എച്ച് 1/e ഈക്വൽ ടു കെ 1/e. സോ h പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 3 പ്ലസ് k/2. ഇവിടെ നിന്ന് ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ബാക്കി ഇവിടെ നമുക്ക് 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 2h പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3 പ്ലസ് k. അപ്പോൾ 2h മൈനസ് k ടു 3 മൈനസ് 2 എന്ന് വരും. സോ 2h മൈനസ് k ഈക്വൽ ടു 1. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഡാഷ് പ്ലസ് h പ്ലസ് 1/m ഡാഷ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് പ്ലസ് കെ പ്ലസ് 1/n ഡാഷ്. ഇപ്പോൾ ഈ കിട്ടിയ വാല്യൂസ് അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഡാഷ് 2 പ്ലസ് h പ്ലസ് 1/m ഡാഷ് മൈനസ് 2 ഈക്വൽ ടു ബി ഡാഷ് 0 കെ പ്ലസ് 1/n ഡാഷ് മൈനസ് 1. അപ്പോൾ 2 പ്ലസ് 1 3 പ്ലസ് h/2 ഈക്വൽ ടു കെ പ്ലസ് 1/1. ഈ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇനി 2 കൂടെ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ 3 പ്ലസ് h ഈസ് ഈക്വൽ ടു 2k പ്ലസ് 2 വരും. h മൈനസ് 2k ഈസ് ഈക്വൽ ടു 2 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു -1. പിന്നെ നമുക്ക് ഈ മൈനസിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇക്വേഷൻ കൊണ്ട് തിരിക്കുക. ഇത് മതി. എന്നിട്ട് നമുക്ക് തന്നെ സോൾവ് ഇക്വേഷൻസ് കിട്ടി. ഇനി സോൾവ് നമുക്ക് ഒന്നാമത് കിട്ടിയ ഇക്വേഷൻ 2h മൈനസ് k ഈസ് ഈക്വൽ ടു 1 എന്നും രണ്ടാമത്തെ ഇക്വേഷൻ h മൈനസ് 2k ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻസ് സെയിം അല്ല. നമ്മൾ എലിമിനേഷൻ മെത്തേഡിലൂടെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷനെ ത്രൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2h ഇത് 4k ആവും ആൻഡ് ഇത് 2 ആവും. സോ ഇത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമുക്കിതിനെ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ടേമുകളുടെ സൈൻ റിവേഴ്സ് ചെയ്യുക. 2h മൈനസ് ആവും, ഈ മൈനസ് പ്ലസ് ആവും, ഈ മൈനസും പ്ലസ്. അപ്പോൾ 2h മൈനസ് 2h 0 മൈനസ് k പ്ലസ് 4k. 4kയിൽ നിന്ന് ഒരു k പോയാൽ പിന്നെ ഉള്ളത് 3k ഈക്വൽ ടു 1 പ്ലസ് 2 എന്ന് പറയുന്നത് 3. സോ 3k ഈക്വൽ ടു 3 എന്ന് വരും. k ഈക്വൽ ടു 3/3 ഈക്വൽ ടു 1 എന്ന് വരും. സോ kയുടെ വാല്യൂ എന്ന് പറയുന്നത് 1. ഇനി ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് കൊടുത്തിട്ട് നമുക്ക് hൻ്റെ വാല്യൂ വേണം. നമ്മൾ കൊടുക്കുന്ന 2h മൈനസ് k ഈക്വൽ ടു 1 ഇക്വേഷനകത്തോട്ട് hന് പകരം 1 കൊടുക്കുക. അപ്പോൾ 2h ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ഇപ്പുറം വരുമ്പോൾ +1 ആവും 2. സോ h ഇസ് ഈക്വൽ ടു 2/2 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ kയുടെ hൻ്റെ വാല്യൂ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിൻ്റെ ഫോമിലേക്കകത്ത് കൊടുക്കാനാണ് നമ്മൾ ഈ hൻ്റെയും kയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് x⁻h ഉം y⁻k വിച്ച് ഇസ് ഈക്വൽ ടു x⁻1 y⁻1. അതായത് xy ആണ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി തന്നിരിക്കുന്ന ഇക്വേഷനിൽ അതിനാണ് ആക്ച്വലി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിലോട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിന് ഇപ്പോൾ തൽക്കാലം ഇത് ഇക്വേഷൻ നമ്പർ a എന്ന് എടുക്കുക. അപ്പോൾ a നെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. a ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇംപ്ലൈസ് നമുക്ക് തന്നിരിക്കുന്നത് xy ഇൻറ്റു y³ മൈനസ് 2yx² dx പ്ലസ് xy ഇൻറ്റു 2xy² മൈനസ് x³ ഇൻറ്റു dy ഈക്വൽ ടു 0. എഗെയിൻ ഇത് എക്സാക്റ്റുള്ള ഫോമിലായിട്ടുണ്ട്. എമ്മിൻ്റെ സ്ഥാനത്ത് xy ഇൻറ്റു y³ മൈനസ് 2yx² എന്നും എന്നിൻ്റെ സ്ഥാനത്ത് xy ഇൻറ്റു 2xy² മൈനസ് x³. ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടേമിനെ അകത്തോട്ടെടുക്കുക. അപ്പോൾ x ഇൻറ്റു y⁻4 മൈനസ് 2 ഉണ്ട് y² ആവും. x² ഇൻറ്റു x³ ആൻഡ് n എന്ന് പറയുന്നത് 2x² y³ മൈനസ് x⁻4y. സോ എമ്മിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക, y കൊണ്ട്. അപ്പോൾ ∂m/∂y ഇസ് ഈക്വൽ ടു എക്സ് കോൺസ്റ്റൻറ്റ് y⁻4ൻ്റെത് 4y³ മൈനസ് 2x³ കോൺസ്റ്റൻറ്റ് y²ൻ്റെത് 2y. സോ ഇത് 4xy³ മൈനസ് 4x³ എന്ന് കിട്ടി. ഇനി നമുക്കിതിനെ x കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക. ∂n/∂x ഈക്വൽ ടു 2 ഇൻറ്റു x²ൻ്റെത് 2x ഇൻറ്റു y³ കോൺസ്റ്റൻറ്റ് മൈനസ് x⁻4ൻ്റെത് 4x³ ഇൻറ്റു y വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4xy³ മൈനസ് 4x³ y എന്ന് കിട്ടി.
സോ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. രണ്ടും ഒരേ ആൾക്കാരാണ്, ദെയർഫോർ എക്സാക്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എക്സാക്റ്റിലോട്ട് റെഡ്യൂസ് ചെയ്ത്, എക്സാക്റ്റിലോട്ട് ആയിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ്? സൊല്യൂഷൻ ഈസ് ഇൻ്റഗ്രൽ ഓവർ എം ഡി എക്സ് വേർ യു കീപ് വൈ ആസ് കോൺസ്റ്റൻറ്റ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എൻ ഡി വൈ ആൻഡ് ഹിയർ നോ ടേംസ് ഓഫ് എക്സ് ഈക്വൽ ടു സി. അപ്പോൾ ഇൻ്റഗ്രൽ എമ്മിൻ്റെ സ്ഥാനത്ത് എക്സ് വൈ റൈസ് ടു 4 മൈനസ് 2 എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എന്നിൻ്റെ ടേംസ് നോക്കുക. എന്നിൻ്റെ ടേംസിൽ എക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എഴുതുക. എന്നിൻ്റെ രണ്ട് ടേംസിലും എക്സ് ഉണ്ട്, അപ്പോൾ രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഈക്വൽ ടു സി. വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വൈ റൈസ് ടു 4 കോൺസ്റ്റൻറ്റ് എക്സിൻ്റെത് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെത് എക്സ് റൈസ് ടു 4/4 ഇൻറ്റു വൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു സി. സോ എക്സ് സ്ക്വയർ വൈ റൈസ് ടു 4/2 മൈനസ് ഇവിടെ നിന്ന് 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എക്സ് റൈസ് ടു 4 വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു സി. ഇവിടെ ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എക്സ് റൈസ് ടു 4 എക്സ് സ്ക്വയർ വൈ റൈസ് ടു 4 മൈനസ് എക്സ് റൈസ് ടു 4 വൈ സ്ക്വയർ ഈക്വൽ ടു സി, വിച്ച് ഈസ് ദി സൊല്യൂഷൻ. നെക്സ്റ്റ് പ്രോബ്ലം y ഇൻറ്റു എക്സ് വൈ പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ തന്നിരിക്കുന്നതിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് വൈ സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സിനെ കൂടെ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈ മൈനസ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അതിൽ 2x ക്യൂബ് വൈ ക്യൂബ് ഡി എക്സും എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഡി വൈനെ ഒന്നിച്ചെഴുതുക. അപ്പോൾ 2x സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് മൈനസ് വൈ സ്ക്വയർ ഡി വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എക്സ് സ്ക്വയർ വൈ ഡി വൈ 0. കോമൺ ഇറക്കാൻ ടേംസിനെയാണ് ഒന്നിച്ചെഴുതുക. ആദ്യത്തെ നമുക്കൊരു എക്സ് സ്ക്വയർ വൈനെ പുറത്തെടുക്കാം. അപ്പോൾ പിന്നെ ഉള്ളത് 2y ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന് എടുക്കുക. അപ്പോൾ എക്സ് ഡി വൈ പ്ലസ് ഇവിടെ നമുക്ക് ഒരു എക്സിനെയും ഒരു വൈനെയും കോമൺ എടുക്കുക. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് വൈ ഡി എക്സ് പ്ലസ് ഇവിടെ നമുക്ക് എക്സ് ഡി വൈ ഈക്വൽ ടു 0. എന്തിനാണിത്? ഇത് വളരെ കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് കോമൺ ആയിട്ട് പുറത്തെടുക്കാവൂ. കാരണം നമുക്കിതിനെ എക്സ് റൈസ് ടു എ വൈ റൈസ് ടു ബി ഇൻറ്റു എം വൈ ഡി എക്സ് പ്ലസ് എൻ എക്സ് ഡി വൈ പ്ലസ് എക്സ് റൈസ് ടു എ ഡാഷ് വൈ റൈസ് ടു ബി ഡാഷ് എം ഡാഷ് വൈ ഡി എക്സ് പ്ലസ് എൻ ഡാഷ് എക്സ് ഡി വൈ ഈക്വൽ ടു 0. ഈ ഫോമിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. സോ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് 2, ബിയുടെ സ്ഥാനത്ത് 2, എമ്മിൻ്റെ സ്ഥാനത്ത് 2, എന്നിൻ്റെ സ്ഥാനത്ത് -1. ആൻഡ് ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ എ ഡാഷിൻ്റെ സ്ഥാനത്ത് 1, ബി ഡാഷിൻ്റെ സ്ഥാനത്ത് 1, എം ഡാഷിൻ്റെ സ്ഥാനത്ത് 1 ആൻഡ് എൻ ഡാഷിൻ്റെ സ്ഥാനത്ത് 1. സോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ട് ഇക്വേഷൻസ് എ പ്ലസ് എച്ച് പ്ലസ് 1/m ഇസ് ഈക്വൽ ടു ബി പ്ലസ് കെ പ്ലസ് 1/n ആൻഡ് ഇവിടെ വരുമ്പോൾ എ ഡാഷ് പ്ലസ് എച്ച് പ്ലസ് 1/m ഡാഷ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് പ്ലസ് കെ പ്ലസ് 1/n ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എയുടെ സ്ഥാനത്ത് 2 പ്ലസ് എച്ച് പ്ലസ് 1/m എന്ന് പറയുന്നത് 2 ഈക്വൽ ടു ബി എന്ന് പറയുന്നത് 2 പ്ലസ് കെ പ്ലസ് 1/n എന്ന് പറയുന്നത് -1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് മുമ്പ് ഇവിടെ നമുക്ക് 2 + 1 3. അപ്പോൾ 3 പ്ലസ് എച്ച് ബൈ 2 ഈക്വൽ ടു 3 പ്ലസ് കെ ബൈ -1. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു 3 × 2 6 പ്ലസ് 2k എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് -h മൈനസ് 2k ഈക്വൽ ടു 6 പ്ലസ് 3 പ്ലസ് 2k കൂടെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ -2k. സോ -h മൈനസ് 2k ഈക്വൽ ടു 6 plus 3 9 മൈനസ് പോകാൻ വേണ്ടിയിട്ട് h പ്ലസ് 2k ഈക്വൽ ടു -9. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സോ ഇതിനകത്ത് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് എ ഡാഷ് എന്ന് പറയുന്ന 1 പ്ലസ് എച്ച് പ്ലസ് 1 അതും 1. അപ്പോൾ 1 എഴുതണ്ട. ഇവിടെ വരുമ്പോൾ ബി ഡാഷ് എന്ന് പറയുന്ന 1 പ്ലസ് കെ പ്ലസ് 1. സോ 2 പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് കെ എന്ന് വരും. 2ഉം 2ഉം പോയിട്ട് എച്ച് ഈസ് ഈക്വൽ ടു കെ എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെടുത്ത് നമ്മൾ ഇനിയിപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് കൊടുത്തിട്ട് എച്ചിൻ്റെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. നമുക്ക് കിട്ടിയത് എച്ച് ഈസ് ഈക്വൽ ടു കെ എന്നും എച്ച് പ്ലസ് കെ ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ്
2k ഈക്വൽ ടു -9 ആണ്. അപ്പോൾ ഇവിടെ ഹെച്ചിന് പകരം k കൊടുക്കുക. അപ്പോൾ k + 2k ഈക്വൽ ടു -9, 3k ഈക്വൽ ടു -9, സോ k ഈക്വൽ ടു -9/3 വിച്ച് ഈസ് ഈക്വൽ ടു -3. അപ്പോൾ കെയും ഹെച്ചും സെയിം ആയതുകൊണ്ട് ഹെച്ചിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ് -3. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് x⁻h y⁻k which is equal to x⁻³ y⁻3, അതായത് 1/x³ y³. ഇനി ഈ കിട്ടിയ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലോട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് മൾട്ടിപ്ലൈ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആദ്യമേ എഴുതി ഇക്വേഷൻ നമ്പർ 1 എന്നോ ഇക്വേഷൻ നമ്പർ a എന്നോ കൊടുത്തിരിക്കുക. സോ ഇക്വേഷൻ a ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇംപ്ലൈസ് ഇക്വേഷൻ നമ്പർ 1 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y ഇൻറ്റു xy പ്ലസ് 2x² y² dx പ്ലസ് x ഇൻറ്റു xy മൈനസ് x²y² dy ഈക്വൽ ടു 0. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ y³. അപ്പോൾ x³ y³ ഇവിടെയും x³ y³ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് അതങ്ങ് 0 ആയി പോയിക്കോളും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ നിന്ന് ഒരു വൈയും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇനി xy/x³ y² പ്ലസ് 2x² y²/x³ ഓരോ ടേംസിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു dx പ്ലസ് ഇവിടെ നിന്ന് ഒരു എക്സും x³ പോയിട്ട് x². അപ്പോൾ xy/x² y³ മൈനസ് x²y²/x² y³ ഇൻറ്റു dy ഈക്വൽ ടു 0. ഇനി ഇവിടെ നിന്ന് ടേംസ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എക്സും x³ പോയിട്ട് 1/x² എന്നും വൈയും y² പോയിട്ട് ഒരു വൈയും കാണും. പ്ലസ് ഇവിടെ നിന്ന് x² x³ പോയിട്ട് 1/x y² ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 2/x ഇൻറ്റു dx പ്ലസ് ഇവിടെ വരുമ്പം എക്സും x² പോവും, വൈയും y³ പോയിട്ട് 1/x y² എന്നും മൈനസ് x² ക്യാൻസൽ ചെയ്യാം, y² y³ ക്യാൻസൽ ചെയ്തിട്ട് 1/y dy. അപ്പോൾ വിച്ച് ഈസ് ഓഫ് ദ ഫോം m dx പ്ലസ് n dy ഈക്വൽ ടു 0 ഫോമിലായി കഴിഞ്ഞു. വേർ m എന്ന് പറയുന്നത് 1/y² പ്ലസ് 2/x n എന്ന് പറയുന്നത് 1/xy² മൈനസ് 1/y. ഇനി എക്സാക്റ്റ് ആണോ എന്ന് നോക്കാം. ∂m/∂y എടുക്കുക. ∂m/∂y എടുക്കുമ്പോൾ 1/x² കോൺസ്റ്റൻറ്റ്, 1/yൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/y², വിച്ച് ഈസ് ഈക്വൽ ടു -1/x² y². ഇനി ഇവിടെ നമുക്ക് ∂n/∂x എടുക്കുമ്പോൾ 1/y² കോൺസ്റ്റൻറ്റ്, 1/xൻ്റെത് -1/x². റൈറ്റ് സൈഡിൽ എക്സിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു -1/x² y². സോ ∂m/∂y ഇസ് ഈക്വൽ ടു ∂n/∂x ആയി. ദെയർഫോർ എക്സാക്റ്റ് ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഫോം എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ m dx പ്ലസ് ഇൻ്റഗ്രൽ ഓവർ n dy ഈക്വൽ ടു 0. ഇവിടെ y കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഇവിടെ നോ ടേംസ് ഓഫ് എക്സിൻ്റെ ടേംസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഇൻ്റഗ്രൽ എമ്മിന് പകരം 1/x² പ്ലസ് 2/x ഇൻറ്റു dx പ്ലസ് ഇൻ്റഗ്രൽ എന്നിൻ്റെ ടേംസിൽ എക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റുക, എന്നിൻ്റെ ഫംഗ്ഷനിൽ എക്സിൻ്റെ ടേം ഉണ്ട്, അത് പോയിട്ട് പിന്നെ ഉള്ളത് -1/y -1/y dy ഈക്വൽ ടു 0. നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ്. അപ്പോൾ 1/y കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ x⁻² -2 + 1 -2 + 1 + 2 ഇൻറ്റു 1/xൻ്റെത് log x മൈനസ് 1/yൻ്റെത് log y ഈക്വൽ ടു c. അപ്പോൾ ഇവിടെ x⁻² -1/y ഇൻറ്റു y ഇൻറ്റു -1 പ്ലസ് 2 log x മൈനസ് log y ഈക്വൽ ടു c. അപ്പോൾ ഇവിടെ -1/xy, ഈ x⁻² ഡിനോമിനേറ്ററിലുണ്ട് x പ്ലസ് 2 log x മൈനസ് log y ഈക്വൽ ടു c, വിച്ച് ഈസ് ദി സൊല്യൂഷൻ.